പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അധികം സമയമൊന്നും എടുക്കുകയില്ല. ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയുകയും ചെയ്യും. നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പി. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. റാഗി വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്ന് തന്നെയാണല്ലോ റാഗി. ശരീരം തണുപ്പിക്കുന്നതിനുമൊക്കെ വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് അരക്കപ്പ് അളവിൽ റാഗിയാണ് ആവശ്യം. റാഗി നല്ലതുപോലെ കഴുകി എടഞ്ഞെടുത്തിട്ട് ഞാൻ 1 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ലേശം വെള്ളം ചേർത്ത് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അരച്ചതിന് ശേഷം ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കുകയും വേണം. റാഗിയുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി, ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അരിച്ചെടുത്ത റാഗിയുടെ മിക്സ് നമുക്കിനി ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു പാനിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് തന്നെയാണ് നമ്മൾ ഫൈനായിട്ട് അരിച്ചെടുത്തേക്കുന്നത്. ഇനി കൈവിടാതെ ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. റാഗി നല്ലതുപോലെ വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും, അധികം സമയമൊന്നും എടുക്കുകയുമില്ല. ഈ ഒരു രീതിയിൽ റാഗി കുറുക്കിയിട്ട് ഡ്രിങ്കൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതേലെ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ മതിയാവും. റാഗിയൊക്കെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലായ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് തണുപ്പിച്ചെടുക്കുകയും വേണം. ഈ ഒരു രീതി കുറുക്കിയെടുത്ത കൂട്ട് നമുക്ക് ലേശം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും വളരെ നല്ലത് തന്നെയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ക്യാരറ്റാണ് ആവശ്യം. ഞാനിവിടെ ഒരു 4 പേർക്ക് കുടിക്കത്തക്ക രീതിയിലാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഒരു ക്യാരറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ കുറച്ചും കൂടെ അധികത്തിൽ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടി ചേർത്താൽ മാത്രം മതി. ഇനി നമുക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം ഞാനൊരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. വാൾനട്ട് ഒരു 5 പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 പീസോളം ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് നമ്മൾ ചേർത്ത് കൊടുത്തത് കുക്കറിലിട്ട് വേവിച്ചെടുത്ത ക്യാരറ്റാണ് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ കുറുക്കിയെടുത്ത റാഗി ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കൂട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനൊരു 1/2 ലിറ്റർ പാല് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് അത് ഐസാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. റാഗിയുടെ ആ ഒരു കൂട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടില്ല. പാല് മാത്രമേ ഉള്ളൂ പഞ്ചസാര ചേർത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഐസാക്കി എടുത്തത്. നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പാല് തിളപ്പിച്ചപ്പോൾ 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അങ്ങനെ തിളപ്പിച്ച് ഐസായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു കൂട്ടാണ് നമ്മൾ അടിച്ച സമയത്ത് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഡേറ്റ്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹണി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. റാഗിയുടെ കൂട്ടും പാലും ഒക്കെ നമ്മൾ തണുപ്പിച്ചെടുത്തത് കൊണ്ട് ഇനി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. നമ്മൾ നട്ട്സൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയി തീരുകയും ചെയ്യും. റാഗിയുടെ കൂടെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഡ്രിങ്ക് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അത്ര തന്നെ ടേസ്റ്റിയാണ്. ഇത് നമുക്കൊരു 4 പേർക്കൊക്കെ വയറ് നിറച്ച് കുടിക്കാനുള്ള ഡ്രിങ്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്താൽ നമുക്ക് കിട്ടും. ഇനി ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഗ്രേപ്പാണ്, ഗ്രീൻ ഗ്രേപ്പ് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് അനാറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയോ അതുപോലെ തന്നെ കുറച്ച് ബദാമൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെതറി കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യുക. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചധികം ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചോപ്പ് ചെയ്ത് ചേർത്തിട്ട് ആ ഒരു രീതിയിൽ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തിയാൽ മതി. എങ്ങനെയാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല റാഗിയും ക്യാരറ്റും ചേർന്നിട്ടുള്ളൊരു ജ്യൂസാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല്. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും എനിക്ക് തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം.
വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ എന്നും ലെമൺ ജ്യൂസും അങ്ങനെയുള്ളതൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഡ്രിങ്കുകളൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ പെരുന്നാളിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കാവുന്നതാണ്. നല്ല ഒരു വെൽക്കം ഡ്രിങ്കായിട്ട് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നത് തന്നെയാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് തയ്യാറാക്കി കുടിച്ചാൽ വളരെയധികം പ്രയോജനപ്പെടും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഡിന്നർ വേണമെങ്കിൽ ഇത് കുടിച്ചിട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചേർക്കുമ്പോൾ പാല് ലോ ഫാറ്റ് ആയിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ ചേർത്താൽ മാത്രം മതി. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.